നിയമാവർത്തനം 32-ാം അധ്യായം. ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കട്ടെ. ഭൂമി എൻ്റെ അധരമൊഴി ശ്രവിക്കട്ടെ. എൻ്റെ വചസ്സ് മഴ പോലെ പതിക്കട്ടെ, മഞ്ഞുപോലെ എൻ്റെ വാക്കുകൾ പൊഴിയട്ടെ. പുല്ലിന്മേൽ മഴത്തുള്ളി പോലെയും സസ്യങ്ങളുടെ മേൽ വർഷധാര പോലെയും. ഞാൻ കർത്താവിൻ്റെ നാമം വിളിക്കയാൽ നമ്മുടെ ദൈവത്തിന് മഹത്വം നൽകുവിൻ. അവിടുന്ന് പാറയാകുന്നു, അവിടുത്തെ പ്രവൃത്തിയോ പരിപൂർണം. അവിടുത്തെ വഴികളെല്ലാം ന്യായം തന്നെ. അനീതിയില്ലാത്തവൻ വിശ്വസ്തതയുടെ ദൈവം, നീതിമാനും നേരുള്ളവനും. അവർ അവിടുത്തോട് മ്ലേച്ഛത കാട്ടി അവിടുത്തെ മക്കളല്ലാതായി. അവരുടെ കളങ്കം വഴിപിഴച്ചതും വക്രവുമായ തലമുറ. ഭോഷരും ജ്ഞാനരഹിതരുമായ ജനമേ, ഇങ്ങനെയോ കർത്താവിനോട് പെരുമാറുന്നത്? അവിടുന്നല്ലേ നിന്റെ പിതാവും നിന്നെ നേടിയവനും? നിന്നെ സൃഷ്ടിച്ചുറപ്പിച്ചതും അവിടുന്ന് തന്നെ. കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കുക, പല തലമുറകളുടെ സംവത്സരങ്ങൾ തിരിച്ചറിയുവിൻ. നിന്റെ പിതാവിനോട് ചോദിക്കുക, അവൻ നിന്നോട് വിവരിക്കും. നിന്റെ ശ്രേഷ്ഠന്മാരോട് ചോദിക്കുക, അവർ നിനക്ക് പറഞ്ഞു തരും. അത്യുന്നതൻ ജനതകൾക്ക് അവകാശം വീതിച്ചപ്പോൾ, മനുഷ്യമക്കളെ അവിടുന്ന് പങ്കിട്ടപ്പോൾ, ഇസ്രായേല്യരുടെ എണ്ണമനുസരിച്ച് അവിടുന്ന് ജനങ്ങളുടെ അതിരുകൾ നിശ്ചയിച്ചു. കർത്താവിൻ്റെ ഓഹരി അവിടുത്തെ ജനമത്രേ, യാക്കോബ് അവിടുത്തെ അവകാശവീതവും. അവിടുന്ന് അവനെ മരുപ്രദേശത്ത് കണ്ടെത്തി, ശൂന്യത ഓരിയിടുന്ന മണൽക്കാട്ടിൽ. അവിടുന്ന് അവനെ കരുതലോടെ വലയം ചെയ്തു, തൻ്റെ കണ്ണിലുണ്ണി പോലെ കാത്തു സൂക്ഷിച്ചു. കൂടിളക്കി കുഞ്ഞുങ്ങളുടെ മേൽ വട്ടമിട്ടു. പറക്കുന്ന കഴുകനെപ്പോലെ അവിടുന്ന് തൻ്റെ ചിറകുകൾ വിരിച്ച് അവനെ താങ്ങുന്നു. പക്ഷത്തിൽ സംവഹിക്കുന്നു. കർത്താവ് തന്നെ അവനെ നയിച്ചു. ഒരന്യദേവനും അവിടുത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഭൂമിയുടെ ഉയരങ്ങളിലൂടെ അവിടുന്ന് അവനെ സവാരി ചെയ്യിച്ചു. വയലിലെ വിളവുകൾ അവൻ ഭക്ഷിച്ചു. പാറയിൽ നിന്നുള്ള തേനും തീക്കല്ലിൽ നിന്നുള്ള എണ്ണയും കൊണ്ട് പോറ്റി. കാലിക്കൂട്ടത്തിൻ്റെ പാൽക്കട്ടി, ആട്ടിൻപറ്റത്തിൻ്റെ പാൽ, ഒപ്പം ഭാഷാനാടുകളുടെയും മുട്ടാടുകളുടെയും കോലാടുകളുടെയും കൊഴുപ്പ്, വിശിഷ്ടമായ ഗോതമ്പ് എന്നിവ കൊണ്ടും ദ്രാക്ഷാരക്തമായ മുന്തിരിച്ചാറ് നീ കുടിച്ചു. യഷുറൂൺ തടിച്ചു കൊഴുക്കുകയും തൊഴിക്കുകയും ചെയ്തു. നീ കൊഴുത്തു തടിച്ച് മല്ലിട്ടു. തന്നെ സൃഷ്ടിച്ച ദൈവത്തെ അവൻ ഉപേക്ഷിച്ചു. തൻ്റെ രക്ഷയുടെ പാറയെ അവൻ പുച്ഛിച്ചു. അന്യദേവന്മാരെ കൊണ്ട് അവർ അവിടുത്തെ അസൂയാലുവാക്കി. മ്ലേച്ഛതകൾ കൊണ്ട് അവിടുത്തെ പ്രകോപിപ്പിച്ചു. ദൈവത്തിനല്ല അവർ ബലിയർപ്പിച്ചത്, ദുർദേവതകൾക്കാണ്. പുതുതായി അടുത്തുവന്ന അവർ അറിഞ്ഞിട്ടില്ലാത്ത ദൈവങ്ങൾ. നിങ്ങളുടെ പൂർവികർക്ക് അവ അപരിചിതങ്ങളായിരുന്നു. നിന്നെ ജനിപ്പിച്ച പാറയെ നീ മറന്നു. ഈറ്റുനോവെടുത്ത ദൈവത്തെ നീ വിസ്മരിച്ചു. കർത്താവ് കാണുകയും പ്രകോപനം മൂലം തൻ്റെ പുത്രീപുത്രന്മാരെ പുറന്തള്ളുകയും ചെയ്തു. അവിടുന്ന് അരുൾ ചെയ്തു, എൻ്റെ മുഖം അവരിൽ നിന്ന് ഞാൻ മറയ്ക്കും. അവരുടെ അന്ത്യം എന്തെന്ന് ഞാൻ കാണും. എന്തെന്നാൽ അവർ വക്രതയുള്ള തലമുറയാണ്. മക്കളെങ്കിലും അവരിൽ വിശ്വസ്തതയില്ല. ദൈവമല്ലാത്തതിനെക്കൊണ്ട് അവർ എന്നെ അസൂയപ്പെടുത്തി. തങ്ങളുടെ മിഥ്യകളാൽ എന്നെ അവർ ചൊടിപ്പിച്ചു. ഞാൻ അവരെ ജനമല്ലാത്തതിനെക്കൊണ്ട് അസൂയപ്പെടുത്തും. ഒരു ഭോഷജനതയെക്കൊണ്ട് ഞാൻ അവരെ ചൊടിപ്പിക്കും. എന്തെന്നാൽ എൻ്റെ കോപത്താൽ അഗ്നി ജ്വലിക്കുന്നു. പാതാളഗർത്തം വരെ അത് കത്തിയെരിയും. ഭൂമിയെയും അതിൻ്റെ വിളവിനെയും അത് വിഴുങ്ങും. അത് പർവ്വതങ്ങളുടെ അടിത്തറകൾ ദഹിപ്പിക്കും. അവരുടെ മേൽ ഞാൻ തിന്മകൾ കൂനകൂട്ടും. അവർക്കെതിരെ എൻ്റെ അസ്ത്രങ്ങൾ എയ്തു തീർക്കും. ക്ഷയിപ്പിക്കുന്ന പഞ്ഞവും വിഴുങ്ങുന്ന ജ്വാലയും വിഷപ്പനിയും, മൃഗങ്ങളുടെ പുല്ലും പൊടിയിലിഴയുന്നവയുടെ വിഷത്തോടൊപ്പം അവർക്കെതിരെ ഞാൻ അയക്കും. പുറത്തുനിന്ന് വാളും അകത്തുനിന്ന് ഭയവും, യുവാവിനെയും കന്യകയെയും വയോധികനോടൊപ്പം ശിശുവിനെയും വധിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ അവരെ കഷണങ്ങളാക്കുമായിരുന്നു. അവരുടെ ഓർമ്മ മർത്യനിൽ നിന്ന് ഞാൻ നീക്കുമായിരുന്നു. ഞാൻ അത് ചെയ്യാതിരുന്നത് ശത്രുവിൽ പ്രകോപനം ഉണർത്തുമെന്നും അവരുടെ എതിരാളികൾ അത് തെറ്റായി വ്യാഖ്യാനിക്കുമെന്നും
ഞങ്ങളുടെ കരങ്ങളാണ് ഉയർന്നിരിക്കുന്നത്, കർത്താവല്ല ഇതെല്ലാം ചെയ്തത് എന്ന് അവർ പറയുമെന്നും ഞാൻ ഭയപ്പെട്ടതുകൊണ്ടാണ്. എന്തെന്നാൽ വിവേകം നശിച്ച ഒരു ജനതയാണവർ. അവർക്ക് തിരിച്ചറിവില്ല. അവർ വിവേകമുള്ളവരായിരുന്നെങ്കിൽ അവർ ഇത് തിരിച്ചറിയുമായിരുന്നു. അവരുടെ അന്ത്യം അവർ ഗ്രഹിക്കുമായിരുന്നു. അവരുടെ പാറ അവരെ വിൽക്കുകയും കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുവൻ 1000 എങ്ങനെ പിന്തുടരും? 2 പേർ 10,000 എങ്ങനെ തുരത്തും? എന്തെന്നാൽ അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല, നമ്മുടെ ശത്രുക്കൾ തന്നെ ന്യായാധിപന്മാർ. സൊദോം മുന്തിരിയാണ് അവരുടെ മുന്തിരി, ഗൊമോറയിലെ വയലുകളിൽ നിന്നുള്ളത്. അവരുടെ മുന്തിരിങ്ങ വിഷമുന്തിരിങ്ങകൾ, അവരുടേത് കയ്പിൻ്റെ മുന്തിരിക്കുലകൾ. അവരുടെ വീഞ്ഞ് വ്യാളികളുടെ ഉഗ്രവിഷം, ക്രൂരസർപ്പങ്ങളുടെ വിഷം. ഇത് എന്നോടൊപ്പം സൂക്ഷിക്കപ്പെട്ടതല്ലേ? എൻ്റെ ഭണ്ഡാരങ്ങളിൽ മുദ്രിതമല്ലേ? പ്രതികാരം എൻ്റേത്, പ്രതിഫലവും. അവരുടെ കാൽ ഇടറുന്ന സമയത്ത് തന്നെ അവരുടെ നാശത്തിൻ്റെ ദിനം നിശ്ചയമായും അടുത്തിരിക്കുന്നു. അവർക്കായി തയ്യാറാക്കപ്പെട്ടവ വേഗം വരുന്നു. കാരണം അവരുടെ ശക്തി ക്ഷയിച്ചെന്നും ബന്ധിതനും വിമോചിതനുമായി ആരുമില്ലെന്നും കർത്താവ് കാണുമ്പോൾ അവിടുന്ന് തൻ്റെ ജനത്തെ വിധിക്കുകയും തൻ്റെ ദാസരുടെ മേൽ കരുണ കാണിക്കുകയും ചെയ്യും. അപ്പോൾ അവിടുന്ന് ചോദിക്കും, എവിടെ അവർ ആശ്രയം തേടിയ പാറയായ അവരുടെ ദേവന്മാർ? എവിടെ അവരുടെ ബലികളുടെ മേധസ് ഭക്ഷിക്കുകയും അവരുടെ പാനീയാർപ്പണത്തിൻ്റെ വീഞ്ഞു കുടിക്കുകയും ചെയ്തവർ? അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിക്കട്ടെ, അത് നിങ്ങൾക്ക് അഭയമായിരിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ കാണുവിൻ, ഞാൻ തന്നെ, എനിക്കൊപ്പം ദൈവങ്ങളില്ല. കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ മുറിവേൽപ്പിക്കുന്നു, ഞാൻ തന്നെ സുഖപ്പെടുത്തുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനായി ആരുമില്ല. തീർച്ചയായും ആകാശത്തിലേക്ക് ഞാൻ കൈയുയർത്തി പ്രഖ്യാപിക്കുന്നു, എന്നേക്കും ജീവിക്കുന്നവനായ ഞാനാണേ. എൻ്റെ മിന്നും വാൾ ഞാൻ മൂർച്ച കൂട്ടുകയും എൻ്റെ കൈ ന്യായത്തിൽ മുറുകുകയും ചെയ്താൽ എൻ്റെ എതിരാളികളോട് ഞാൻ പ്രതികാരം ചെയ്യും. എന്നെ വെറുക്കുന്നവരോട് ഞാൻ പകരം വീട്ടും. എൻ്റെ അസ്ത്രങ്ങൾ ഞാൻ രക്തം കൊണ്ട് മത്തുപിടിപ്പിക്കും. എൻ്റെ വാൾ മാംസം ഭക്ഷിക്കും. നിഹതൻ്റെയും ബന്ദിയുടെയും രക്തം കൊണ്ട്, ശത്രു നേതാക്കന്മാരുടെ ശിരസ്സുകൊണ്ട്. ജനതകളെ, അവിടുത്തെ ജനമേ, ആർത്തുവിളിക്കുവിൻ. തൻ്റെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്യും. തൻ്റെ എതിരാളികളുടെ മേൽ പ്രതികാരം തിരിച്ചുവിടും. തൻ്റെ മണ്ണും ജനവും അവിടുന്ന് പാപവിമുക്തമാക്കും. മോശയും നൂനിൻ്റെ പുത്രനായ ജോഷുവയും ചെന്ന് ഈ ഗാനത്തിൻ്റെ ശീലുകളെല്ലാം ജനം കേൾക്കെ ചൊല്ലി. ഈ വാക്കുകളെല്ലാം ഇസ്രായേൽ മുഴുവനോടും സംസാരിക്കുന്നത് മോശ പൂർത്തിയാക്കി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളെ ജാഗ്രതയോടെ അനുഷ്ഠിക്കാൻ നിങ്ങൾ അനുശാസിക്കുന്ന ഈ നിയമത്തിലെ വചനങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ നിക്ഷേപിക്കുവിൻ. ഈ വചനങ്ങളെല്ലാം നിങ്ങൾക്കിടയിൽ ഞാനിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇതു നിങ്ങൾക്കൊരിക്കലും പാഴ്വാക്കല്ല, പ്രത്യുത നിങ്ങളുടെ ജീവനാണ്. നിങ്ങൾ ജോർദാൻ കടന്ന് അവകാശപ്പെടുത്താൻ പോകുന്ന ഈ ദേശത്ത് ഇക്കാര്യം കൊണ്ട് ആയുസ്സ് ദീർഘിക്കാൻ നിങ്ങൾ ഇടയാക്കും. ആ ദിവസം തന്നെ കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു, ജെറീക്കോയുടെ മുൻവശത്തുള്ള മൊവാബ് ദേശത്തെ ഈ അബറീം പർവ്വതത്തിലേക്ക്, നെബോ മലയിലേക്ക് നീ കയറുക. ഞാൻ ഇസ്രായേല്യർക്ക് കൈവശവസ്തുവായി നൽകുന്ന കാനാൻ ദേശം നീ കണ്ടുകൊള്ളുക. നിന്റെ സഹോദരൻ അഹ്റോൻ ഹോർമലയിൽ വെച്ച് മരിച്ച് തൻ്റെ ജനങ്ങളോട് ചേർന്നതുപോലെ നീ കയറുന്ന ഈ മലയിൽ വെച്ച് നീ മരിക്കുകയും നിന്റെ ജനങ്ങളോട് ചേരുകയും ചെയ്യും. എന്തെന്നാൽ സിൻ മരുഭൂമിയിൽ കാദശിലെ മെരീബ ജലസഞ്ചയത്തിങ്കൽ വെച്ച് ഇസ്രായേല്യരുടെ മധ്യേ നിങ്ങൾ എന്നോട് അവിശ്വസ്തമായി പെരുമാറി. ഇസ്രായേല്യരുടെ മധ്യേ എന്നെ പരിശുദ്ധനായി പ്രഘോഷിച്ചതുമില്ല. ദൂരെ നിന്ന് ആ ദേശം നീ കാണുക മാത്രം ചെയ്യും. എന്നാൽ ഞാൻ ഇസ്രായേല്യർക്ക് നൽകുന്ന ആ ദേശത്തേക്ക് നീ പ്രവേശിക്കുകയില്ല.